വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്നൊക്കെ പറയുന്ന ചെ ഗുവേര ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നു, കൽക്കത്തയിലാണ് വന്നത്. കൽക്കത്തയിൽ വന്നപ്പോൾ ഒരു മലയാളിയായ കൃഷ്ണനെ കണ്ടു എന്നൊക്കെ ഇന്നലത്തെ മലയാള മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ നെടുനീളത്തിലൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഈ മലയാളി കൃഷ്ണൻ ആരാണ്? അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അതായത് മലയാള മനോരമയിൽ പറഞ്ഞതിലും മലയാളി എന്നും പറഞ്ഞിട്ടില്ല. കൃഷ്ണനെ കണ്ടു കൽക്കട്ടയിൽ. ഡൽഹിയിൽ കൃഷ്ണനായിരിക്കണം. ഹിന്ദിക്കാരനാണെങ്കിൽ ഹിന്ദിയിൽ കൃഷ്ണനില്ല, കിഷനേ ഉള്ളൂ. കിഷൻ. അപ്പോൾ അത് ഒ വി വിജയൻ മഹാഭാരത യുദ്ധം എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ കിഷൻ എന്നല്ലേ പറയുള്ളൂ. അതെ. അപ്പോൾ ഡൽഹിയിൽ വന്നു, നെഹ്റുവിനെയൊക്കെ കണ്ടു, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ആരെയും കണ്ടില്ല എന്നാണ് ആ മറ്റേ സൺഡേ സപ്ലിമെന്റിലെ ഫീച്ചറിൽ ഇതല്ലേ സംഭവം. അതെ അതെ. അപ്പോൾ അതിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1959 ജൂൺ 30 ആണ് ചെഗുവേര വരുന്നത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ EMSന്റെ മന്ത്രിസഭയെ നെഹ്റു പിരിച്ചുവിടുന്നു. അപ്പോൾ നെഹ്റു EMS മന്ത്രിസഭയെ പിരിച്ചുവിടാൻ തീരുമാനിച്ച സമയത്താണ് ചെഗുവേര ഇവിടെ വന്നിരിക്കുന്നത്. തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നെഹ്റു കാണിച്ചു കൊടുക്കാനായിട്ട് പറയുമോ? യാത്രയൊക്കെ തീരുമാനിക്കുന്നതൊക്കെ കേന്ദ്രമൊക്കെ അല്ലേ, അങ്ങനെ പറയാനും സാധ്യതയില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ മനോരമ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനിയായ ഒരു കൃഷ്ണനെ കണ്ടു എന്ന് ചെഗുവേര ഓർമ്മിച്ചിട്ടുണ്ടോ? ജിദ്ദു കൃഷ്ണമൂർത്തി ആണോ എന്ന് പലരും സംശയിച്ചിരുന്നു. ആ സമയത്ത് ജിദ്ദു കൃഷ്ണമൂർത്തി കശ്മീരിലായിരുന്നു. പിന്നെ ഇത് ഏത് കൃഷ്ണൻ എന്നാണ് മനോരമ ചോദിച്ചിരിക്കുന്നത്. ആ സമയത്ത് ചെഗുവേര കണ്ടിരിക്കാൻ സാധ്യതയുള്ള ജ്ഞാനിയായ ഒരു കൃഷ്ണൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. NK കൃഷ്ണൻ, തൃശ്ശൂർ നടവരമ്പ് സ്വദേശി. ഈ കൃഷ്ണനെ പറ്റി കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലൊന്നും EMS എഴുതിയ ചരിത്രത്തിലൊന്നും പരാമർശിച്ചിട്ടില്ല. എന്താണെന്നറിയോ? EMSന് മുമ്പേ പോളിറ്റ് ബ്യൂറോയിലെത്തിയ മലയാളിയാണ് NK കൃഷ്ണൻ. EMSന് മുമ്പ് പോളിറ്റ് ബ്യൂറോയിൽ മലയാളി വന്നിട്ടുണ്ട്. അതാണ് NK കൃഷ്ണൻ. അതുകൊണ്ട് നമ്മൾ EMSന്റെ മൊത്തം അരിച്ചു പറക്കിയാലും എനിക്ക് മുമ്പേ PBയിൽ വന്ന ആളാണ് കൃഷ്ണൻ എന്നൊന്നും പറയില്ല. എന്ന് മാത്രമല്ല, ലണ്ടനിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രം ICS കിട്ടാതെ ലോകത്തിലെ സകല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നേരിട്ട് പരിചയം ഉണ്ടായിരുന്ന ആളാണ് ഈ NK കൃഷ്ണൻ. അപ്പോൾ നടവരമ്പ് നാരായൺ കല്യാൺ കൃഷ്ണൻ എന്നാണ് NKയുടെ ഫുൾ ഫോം. NK കൃഷ്ണനെ ഞാൻ എഴുതിയ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ നക്ഷത്രവും ചുറ്റികയും ഇതിൽ EMSന് മുമ്പേ പോളിറ്റ് ബ്യൂറോയിലെത്തിയ ആളാണ് NK കൃഷ്ണൻ എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനെ പലയിടത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ഒരു ഭാഗം വായിക്കാം. കോമിൻഫോമിൻ്റെ ശാശ്വത സമാധാനത്തിന് വേണ്ടി, ജനകീയ ജനാധിപത്യത്തിന് വേണ്ടി, ഇതൊരു മാസികയുടെ പേരാണ്, ഫോർ എ ലാസ്റ്റിംഗ് പീസ് ഫോർ എ പീപ്പിൾസ് ഡെമോക്രസി പാർട്ടിയുടെ എന്ന മുഖപത്രത്തിൽ മുഖപ്രസംഗം വന്നതിനെ തുടർന്ന് 1956 ജൂൺ മധ്യത്തിൽ ചേർന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗമാണ് കൽക്കത്ത തീസിസ് കുഴിച്ചു മൂടിയത്. ചെഗുവേര വരുന്നതിന് 3 കൊല്ലം മുമ്പ്. രണദിവെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും G അധികാരി, ഭവാനി സെൻ, സോമനാഥ് ലാഹിരി, NK കൃഷ്ണൻ എന്നിവർ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഇവർക്കൊപ്പം PBയിൽ നിന്ന് അജയ് ഘോഷ്, രാജേശ്വർ റാവു, M ചന്ദ്രശേഖർ റാവു, SS യൂസഫ് എന്നിവരും പോയെങ്കിലും അവർ രണദിവയ്ക്കൊപ്പം ആയിരുന്നില്ല. കൃഷ്ണൻ രണദിവയുടെ കൽക്കട്ട തീസിസിൻ്റെ കൂടെയായിരുന്നു. അതാണ് പുറത്താക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക കമ്മ്യൂണിസ്റ്റ് അംഗമായിരുന്നു ലാഹിരി. തൃശ്ശൂരിലെ ഒരു എഞ്ചിനീയറുടെ മകനായിരുന്നു ആദ്യ മലയാളി PB അംഗം കൃഷ്ണൻ. കൊൽക്കത്തയിലെ 2ാം കോൺഗ്രസ്സിലാണ് കൃഷ്ണൻ PBയിൽ എത്തിയത്. ബോംബെയിലാണ് ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് നടന്നത്. അതിൽ തന്നെ കൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റിയിൽ വരുന്നുണ്ട്. EMSൻ്റെയൊക്കെ മുമ്പിൽ പോയിട്ടുള്ള ആളാണ്. 1992 കോയമ്പത്തൂരിലാണ് കൃഷ്ണൻ മരിക്കുന്നത്. എൻ്റെ പത്രപ്രവർത്തനത്തിലെ വലിയൊരു മിസ്സായിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതുമ്പോഴാണ് കൃഷ്ണനെ പറ്റിയൊക്കെ ശരിക്കും നോക്കുന്നത്. 92 ഞാൻ പത്രപ്രവർത്തനം നടത്തുമ്പോൾ കോയമ്പത്തൂരിൽ അദ്ദേഹം ഉണ്ടല്ലോ. പോയി കാണാം. നമുക്ക് ആദ്യത്തെ PB അംഗം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവതരിപ്പിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരാളാണ് ഈ കൃഷ്ണൻ. കൃഷ്ണൻ ചെറിയ ആളൊന്നുമില്ല. കൃഷ്ണൻ്റെ ഭാര്യ പാർവതി കൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ വലിയ
ഒരു കഥാപാത്രമാണ്. ഈ നെഹ്റു മന്ത്രിസഭയിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന, മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യത്തെ മന്ത്രിയായിരുന്ന പി സുബ്ബരായൻ്റെ മകളാണ്, ഏക മകളാണ് പാർവതി, കൃഷ്ണൻ്റെ ഭാര്യ. മോഹൻ കുമാരമംഗലം ഈ സുബ്ബരായൻ്റെ മകനാണ്, പാർവതിയുടെ സഹോദരൻ. പി കുമാരമംഗലം നമ്മളെ കരസേനാ മേധാവിയായിരുന്നു, സുബ്ബരായൻ്റെ മകനാണ്. അവരുടെയൊക്കെ സഹോദരിയാണ് പാർവതി. പാർവതിയായിരുന്നു കൃഷ്ണൻ്റെ ഭാര്യ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ദമ്പതികളാണ് അവർ. ഈ പാർട്ടി പിളർന്ന ശേഷം NK കൃഷ്ണൻ CPIയിലേക്ക് പോയി. ഈ പല കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്, ടെസ്റ്റമെന്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് NK കൃഷ്ണൻ. ഇത് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, ഇത് അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. ഒരു പതിപ്പിറങ്ങിയിട്ട് പിന്നെ ഇല്ലാതായി പോയ പുസ്തകമാണിത്. ഇതാരെങ്കിലുമൊക്കെ ഇറക്കാവുന്നതാണ്, മലയാളത്തിലും വരാവുന്നതാണ്. പക്ഷേ CPIക്ക് ഇപ്പോൾ NK കൃഷ്ണനിലൊന്നും താല്പര്യമില്ലായിരിക്കും. അപ്പോൾ നടവരമ്പ് ചെറേത്തുമഠം ND നാരായണയ്യരുടെ മകനാണ് NK കൃഷ്ണൻ. ഇത് വലിയ തോട്ടവും ഒക്കെ ഉണ്ടായിരുന്ന വീട്ടുകാരാണ് അവർ. അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് മാറി, പിന്നെ എറണാകുളത്തേക്ക് മാറി 1918. സ്കൂളിലും കോളേജിലും ഒക്കെ എല്ലാ കാലത്തും ഫസ്റ്റ് ടോപ്പറായിരുന്നു ഈ കൃഷ്ണൻ. കൊച്ചിയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് പരീക്ഷയിലും ഫസ്റ്റ്. 1922 ചിറ്റൂർക്ക് പോയി, പാലക്കാട്. അവിടെ ഹൈസ്കൂള് പഠിച്ചു, കീറ്റ്സ്, ഷെല്ലി, ഷേക്സ്പിയർ ഒക്കെ വായിച്ചു, സംസ്കൃതം പഠിച്ചു, കർണാടക സംഗീതം, ടെന്നീസ്, ഇതൊക്കെ താല്പര്യമുണ്ടായിരുന്നു. 1926 വടക്കാഞ്ചേരിയിൽ സ്കൂൾ പഠനം, SSLC ഫൈനൽ അത് തീർന്നു. SSLCക്ക് ടോപ്പറായിരുന്നു. തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ ചേർന്നു. അത് കഴിഞ്ഞ് മഹാരാജാസ് കോളേജിലേക്ക് വന്നു. 1930 ഇൻ്റർമീഡിയറ്റ് പഠിക്കുമ്പോൾ മദ്രാസ് പ്രസിഡൻസിയിൽ 1ാം റാങ്കായിരുന്നു ഇൻ്റർമീഡിയറ്റിലും. 1930 MA മാത്സ് പ്രസിഡൻസി കോളേജിൽ പഠിച്ചു. 1929 കോളേജിൽ HV കാമത്ത് ഈ കൊടി ഇന്ത്യയുടെ ഉയർത്തുമ്പോൾ ആ കൂട്ടത്തിലൊക്കെ ഉണ്ട്. 1930 കോളേജിൽ പ്രതിഷേധ ദിനം ബ്രിട്ടനെതിരെ ആചരിക്കുന്നുണ്ട്. 1934 ഈ ചെന്നൈയിലെ ഹോട്ടൽ ഡി പിച്ചു, ഹോട്ടൽ ഡി എന്നൊക്കെ പറയുമ്പോൾ DE എന്ന് വരുന്നതൊക്കെ ഫ്രാൻസിലാണല്ലോ. അപ്പോൾ ഹോട്ടൽ ഡി പിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല, അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ കൂടിച്ചേരുമായിരുന്നു എന്ന് പറയുന്നു. ടാഗോർ വലിയ സ്വാധീനമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ICS അപ്പിയർ ചെയ്യാനായിട്ട് ലണ്ടനിലേക്ക് പോയി. 1934 സെപ്റ്റംബറിൽ SS നൽദേര എന്ന് പറഞ്ഞ കപ്പലിലാണ് പോയത്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ചേർന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ മറ്റേ പ്രിൻസിപ്പലിന് മാർക്സിസം, കമ്മ്യൂണിസ്റ്റുകാരെയൊന്നും കണ്ടാൽ പിടിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് മാറി മാർക്സിസ്റ്റ് സാഹിത്യമൊക്കെ വായിക്കാൻ തുടങ്ങി. അവിടുത്തെ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. രജനി പാമേദത്വമൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ടായി. അത് കഴിഞ്ഞ് കോളേജ് മാറിയിട്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിക്കാൻ പറ്റാതെ ഹൈഡ്രോ ഡൈനാമിക്സ് പഠിക്കാൻ ചേർന്നു. പ്രൊഫസർ ഹെമാൻ ലെവി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു ഹൈഡ്രോ ഡൈനാമിക്സിൽ. അത് കഴിഞ്ഞ് ICSൽ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ICSൽ റിജക്റ്റ് ചെയ്തു. അതിൽ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൃഷ്ണമേനോൻ്റെ ഇന്ത്യ ലീഗിൽ ചേർന്നു. പിന്നെ അവിടുത്തെ വലിയ കമ്മ്യൂണിസ്റ്റുകാരായ ഹാരി പൊളിറ്റ്, ഈ ഹാരി പൊളിറ്റ് എന്ന് പറഞ്ഞ ആൾ മധുരയിലെ പാർട്ടി കോൺഗ്രസ്സിലൊക്കെ വരുന്നുണ്ട് പിന്നീട് പിൽക്കാലത്ത്. ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഹാരി പൊളിറ്റ്. പാർട്ടി മധുര കോൺഗ്രസ്സിൽ ഈ വലിയ വിഭാഗീയതയൊക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സാണ് ഈ മധുര കോൺഗ്രസ്. അതിൽ ഹാരി പൊളിറ്റ് സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രജനി പാമേദത്ത്, ബെൻ ബ്രാഡ്ലിയും ഇവിടെ ചാരനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ജെയിംസ് ക്ലൂഗ്മാൻ, മൈക്കിൾ കാരറ്റ്, എമിലി ബേൺസ്, വില്യം ഗലാച്ചർ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് ആ കാലത്ത്. അപ്പം ഇദ്ദേഹം പാർട്ടി അംഗമാണല്ലോ, അവരും അംഗങ്ങളാണ്. ഇതിൽ പറഞ്ഞ ഈ കാരറ്റ് മുമ്പ് ബംഗാളിൽ ICS ഉദ്യോഗസ്ഥനായിരുന്നു. അതിൽ നിന്ന് രാജിവെച്ച് കമ്മ്യൂണിസ്റ്റുകാരനായതാണ്. 1935 കൃഷ്ണനെ അറസ്റ്റ് ചെയ്തു ലണ്ടനിൽ.
ഡെയിലി വർക്കർ എന്ന് പറഞ്ഞ പാർട്ടി പത്രം റോഡിൽ വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അവിടെ പാരീസിൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പാർവതിയുടെ കൂടെ പങ്കെടുത്തു. പാർവതിയെ കാണുന്നത് ഓക്സ്ഫോർഡിൽ വെച്ചിട്ടാണ്. PN ഹക്സർ, ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്ന PN ഹക്സർ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഈ പാരീസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. KT ചാണ്ടി, പിന്നീട് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലൊക്കെ ഉണ്ടായിരുന്ന മാനേജ്മെൻറ്റ് വിദഗ്ധൻ KT ചാണ്ടി പാരീസ് സമ്മേളനത്തിലുണ്ട്. യൂസഫ് മെഹ്റലി ആ കൂട്ടത്തിൽ യൂസഫ് മെഹ്റലി. അപ്പോൾ പാർവതി കുമരമംഗലത്തിനെ 1938 ഓക്സ്ഫോർഡിൽ കണ്ടു. 1942 വിവാഹം നടക്കുന്നത്. 1939 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് PC ജോഷിയെ കണ്ടു, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി. കുറേ നേരം അവർ സംസാരിച്ചിട്ട് ഫുൾ ടൈം മെമ്പറായി പാർട്ടിയിൽ. അപ്പോൾ EMS ഒക്കെ പാർട്ടിയിലൊക്കെ വരുന്ന കാലത്തൊക്കെ ഇദ്ദേഹം കുറച്ചുകൂടിയൊക്കെ തലപ്പത്ത് പാർട്ടിയിൽ വന്നിട്ടുണ്ട് ജോഷിയെ കണ്ടിട്ട്. എന്നിട്ട് ജോഷി നിർദ്ദേശിച്ചനുസരിച്ചിട്ട് പാർട്ടിയിലെ അംഗങ്ങൾ പഠിക്കാനുള്ള സിലബസ് ഉണ്ടാക്കിയത് കൃഷ്ണനാണ്. പിന്നെ ഒരുപാട് പ്രഭാഷണങ്ങൾ പാർട്ടി അംഗങ്ങൾക്ക് വേണ്ടി, തലപ്പത്തുള്ളവർക്ക് വേണ്ടി നടത്തുകയും ചെയ്തു. ASF ഉണ്ടാക്കിയത് കൃഷ്ണനാണ്. 1942 ക്വിറ്റ് ഇന്ത്യ മറ്റേ പതാക ഉയർത്തുന്നുണ്ടല്ലോ ഗോവാലി ടാങ്ക് മൈതാനത്ത്, അപ്പോൾ സന്നിഹിതനാണ് കൃഷ്ണൻ. ഈ ക്വിറ്റ് ഇന്ത്യ ഒറ്റിക്കൊടുക്കുന്നതൊക്കെ പിന്നീടാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ തിരിച്ചു വരാമല്ലോ. അതെ, പക്ഷേ എങ്കിൽ കൃഷ്ണൻ തിരിച്ചു വന്നില്ല. 1964 ശേഷം അദ്ദേഹം CPIയില്ല. CPIയിൽ വന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം പിന്നീട് CPIയുടെ സെൻട്രൽ കൗൺസിലൊന്നും വന്നില്ല. അതൊക്കെ വന്നു എക്സിക്യൂട്ടീവിലും ഒക്കെ വന്നു എന്ന് മാത്രമല്ല 1970 രാജ്യസഭാ അംഗമായി, MP ആയിരുന്നു NK കൃഷ്ണൻ. എവിടെ നിന്ന്? മറ്റേ തമിഴ്നാട്ടിൽ നിന്ന്. പക്ഷെ കേരളത്തിൽ കേരളത്തിൽ കുറെ കാലം അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ കാര്യമായി അറിയില്ല. അതാണ്. അപ്പോൾ 1943 CCയിൽ വന്നു, ബോംബെയിലെ ആദ്യത്തെ കോൺഗ്രസ്സിൽ. അപ്പം തന്നെ CCയിലൊക്കെ വന്നിട്ടുണ്ട്. 1950 ഈ നേരത്തെ ഞാൻ വായിച്ച പോലെ PBയിൽ നിന്ന് കൽക്കട്ട തീസിസിൻ്റെ ഒരു BT രമണദേവിയുടെ കൂടെ പ്രചാരകൻ എന്നുള്ളതിലേക്ക് പുറത്താക്കപ്പെട്ടു. കൽക്കട്ട തീസിസ് തെറ്റായ സിദ്ധാന്തം തെറ്റായി നടപ്പാക്കി സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിക്കുക എന്നുള്ളത് തെറ്റാണെന്ന് കണ്ടതുകൊണ്ട്. അപ്പോൾ 1900 പിന്നീട് പല ഈ ഗൂഢാലോചന കേസുകൾ പാർട്ടിക്കെതിരെ ഉണ്ടാക്കുന്നുണ്ടല്ലോ സർക്കാർ. തിരുച്ചിറപ്പള്ളി ഗൂഢാലോചന കേസ്, മധുര ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും കൃഷ്ണനെ ജയിലിലിടുന്നുണ്ട്, തടവിലാക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരൊക്കെ. അങ്ങനെ ഒരുപാട് ജയിലിലുമൊക്കെ കടന്നിട്ടുള്ള ആളാണ്. അത്രയും പശ്ചാത്തലമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളാണ് ഈ EMSനെ പോലുള്ള ആളുകൾ എഴുതുന്ന ചരിത്രത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്തത്, തമസ്കരിച്ചത്. അത് മുമ്പ് PB അംഗമായി പോയ മലയാളി. അതെ, അപ്പൊ EMSന്റെ വില പോകുമല്ലോ. എന്നെക്കാളും മുമ്പ് ഒരു മലയാളി, ഞാനാണല്ലോ വലിയ സൈദ്ധാന്തികനും, ഞാനാണ് എന്നുള്ളത് അങ്ങനെ കിടന്നോട്ടെ എന്ന് EMS വിചാരിച്ചിട്ടാണ് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ എറേസ് ചെയ്ത് പോയത്. അപ്പോൾ അങ്ങനെ കൃഷ്ണനെ ഓർക്കാനുള്ള ഒരു അവസരം ഈ ചെഗുവേരയുടെ കഥ ഈ സൺഡേ സപ്ലിമെന്റ് വായിച്ചപ്പോൾ ഉണ്ടായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.